അച്ഛാ, അമ്മയ്ക്ക് വിളക്ക് വെക്കാൻ പോണ്ടേ? ദാമോളെ വിളക്ക് കിട്ടിയോ ചെറിയമ്മേ? കിട്ടി. എടുത്ത് എന്ത് വിശേഷം ഉണ്ടെങ്കിലും ഈ വിളക്കല്ലേ മാഷ കത്തിക്കാറ്. ഇന്ന് ഇത് തന്നെ കത്തിച്ചാ മതി. എവിടെ? എന്താ അച്ഛാ? മാഷക്ക് എന്താ വയ്യേ? അല്ല, അമ്മണി ഇപ്പോ ഇവിടെ വന്നിരുന്നു. എന്റെ എടുത്തേ മാഷ എടുത്ത് കണ്ടു. മാഷ എടുത്ത് കണ്ടു. ഇപ്പോ അച്ഛാ പതുക്കെ. ആ പണിക്കര് പോക്കോ, പോയി പന്തല് കെട്ടിക്കോ. പഴയ കാര്യങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒന്നും ഈ ദിവസം ചെയ്യരുതെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞതാ. അത് കേൾക്കാതെ നീ ആ വിളക്കെടുത്ത് നിറം വെപ്പിക്കണ കണ്ടപ്പോഴേ ഇന്നിവിടെ അമ്മണിയടുത്ത് വരുമെന്ന് ഞാൻ ഉറപ്പിച്ചതാ. ഏടത്തിയെ ദഹിപ്പിച്ചെടുത്ത് വിളക്ക് വെച്ച് അനുഗ്രഹം വാങ്ങാൻ പോവാ എന്റെ കുട്ടി. അതറിഞ്ഞ പോലെ ഏടത്തി വന്നില്ലേ? ഇതിലപ്പുറം ഒരു ഭാഗ്യം എന്താ എന്റെ കുട്ടിക്ക് വേണ്ടത്? മരിച്ച് സ്വർഗത്തിൽ കിടക്കണ നിന്റെ ഏടത്തി ഇവിടെ കല്യാണ നിശ്ചയം അറിഞ്ഞ് ഓടി പിടിച്ചു വരുമല്ലേ. ഇവിടെ ഭൂമിയിലുള്ളവർക്ക് തന്നെ സമയത്തിന് വണ്ടിയും ബസ്സും കിട്ടണില്ല, പിന്നെ മരിച്ചോർക്ക്. അമ്മയുടെ കണ്ണാടിയിലും നോക്കിയാ ഞാൻ കണ്ണെഴുതിയെന്ന് അമ്മ അച്ഛനോട് ഇപ്പൊ പറഞ്ഞു. ഇത്രേ അച്ഛനാണെങ്കി ആ മുറിയിൽ വന്നിട്ടുമില്ല. ഏടത്തി എനിക്കൊന്നും കാണാൻ സാധിച്ചില്ലല്ലോ. ഒരു വിശേഷം ചോദിക്കാനും പറ്റിയില്ല. ഇത്രയിടം വന്നിട്ട് എന്റെ മുന്നിലൊന്ന് വരാണ്ട് പോയല്ലോ. ഏടത്തി തടി വെച്ചിട്ടുണ്ടോ മാഷേ? മരിച്ച് ഭസ്മായി തിരുനെല്ലി കൊണ്ടൊഴുകിയിട്ട് കൊല്ലൊരുപാടായി. ആ ആളപ്പ തടി വെച്ചിട്ടുണ്ടോന്ന്. വയസ്സുകാലത്ത് തലയ്ക്ക് ചൂട് പിടിക്കുമ്പോ ഏത് മാഷ്ക്കും ഇതൊക്കെ തോന്നും. അമ്മണിയടുത്ത് കൈയും വീശി വന്നേ ഉള്ളൂ. വരുമ്പോ തനിക്കൊന്നും കൊണ്ടുവന്നില്ലേ? അവൾ ഇത്തിരി പൂ കൊണ്ട തന്നു. അത് നന്നായി. മരിച്ചാലെന്താ, അമ്മണിയടുത്തേക്ക് സ്വർഗത്തിൽ ഇപ്പൊ പൂക്കച്ചോടുണ്ടല്ലോ, റേഷൻ വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല.